സ്വന്തം തോക്കിൽ നിന്ന് അറിയാതെ വെടിപൊട്ടി കാലിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന ബോളിവുഡ് നടൻ ഗോവിന്ദയുടെ വാർത്ത ശ്രദ്ധിച്ചു കാണുമല്ലോ. ഈ സംഭവത്തിൽ ഗോവിന്ദയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. വൃത്തിയാക്കുന്നതിനിടെ തോക്ക് അൺലോക്ക്ഡ് ആയെന്നും അബദ്ധത്തിൽ വെടിയുതിർത്തു എന്നുമാണ് ഗോവിന്ദ പോലീസിനോട് പറഞ്ഞത്. തോക്കിന് 20 കൊല്ലം പഴക്കമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ജുഹു പോലീസാണ് ഈ നടനെ ചോദ്യം ചെയ്തത്. പ്രാഥമിക അന്വേഷണത്തിൽ മറ്റ് ഇടപെടലുകളൊന്നുമില്ലെന്നാണ് മനസ്സിലാകുന്നതെങ്കിലും ഗോവിന്ദയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. വൈകാതെ താരത്തെ വീണ്ടും ചോദ്യം ചെയ്യും. സംഭവത്തിൽ ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ലോക്കൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെ മുംബൈ ക്രൈംബ്രാഞ്ചും സംഭവത്തിൽ സമാന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സീനിയർ പോലീസ് ഇൻസ്പെക്ടർ ദയാ നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം ചൊവ്വാഴ്ച ആശുപത്രിയിലെത്തി നടനുമായി സംസാരിച്ചിരുന്നു. സംഭവം നടക്കുമ്പോൾ തനിച്ചായിരുന്നുവെന്ന് അദ്ദേഹം പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. കൂടുതൽ അന്വേഷണത്തിനായി നടന്റെ റിവോൾവർ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഗോവിന്ദയുടെ മകൾ ടീന അഹൂജയെയും പോലീസ് ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സ്വന്തം തോക്കിൽ നിന്ന് ഗോവിന്ദയ്ക്ക് കാലിൽ വെടിയേറ്റത്. പുലർച്ചെ 4:45 നഗരത്തിന് പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ആയുധം പരിശോധിക്കുന്നതിനിടെയാണ് വെടിപൊട്ടിയത്. കാൽമുട്ടിനാണ് താരത്തിന് പരിക്കേറ്റിരിക്കുന്നത്. ശിവസേന നേതാവ് കൂടിയായ താരം ഇപ്പോൾ മുംബൈയിലെ ക്രിട്ടിക്കൽ കെയർ ആശുപത്രിയിൽ വിശ്രമത്തിലാണ്. കാലിൽ തറച്ച ബുള്ളറ്റ് നീക്കം ചെയ്തിട്ടുണ്ട്. താരത്തെ ഈ ആഴ്ച അവസാനം ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് വിവരം. ഡേവിഡ് ധവാൻ, ശത്രുഘ്നൻ സിൻഹ എന്നിവരുൾപ്പെടെ നിരവധി ബോളിവുഡ് താരങ്ങൾ താരത്തെ ആശുപത്രിയിൽ ഇതിനിടെ സന്ദർശിച്ചിട്ടുണ്ട്. ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാന്റെ വസതിക്ക് നേരെയുണ്ടായ വെടിവയ്പും അതിന്റെ കേസുകളും നടക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് അതീവ ഗൗരവത്തോടെയാണ് ഗോവിന്ദയുടെ കേസിനെയും കാണുന്നത്. അതുകൊണ്ടാണ് ആദ്യ മൊഴിയെടുപ്പിൽ അസ്വാഭാവികത തോന്നാതിരുന്നിട്ടും പോലീസ് ഈ കേസിന് പിന്നാലെ കൂടുന്നതെന്നാണ് വിവരം. ഒരുപിടി ഹിറ്റ് ബോളിവുഡ് സിനിമകളിൽ നിറഞ്ഞ ഗോവിന്ദ രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കുന്നുണ്ട്. കോൺഗ്രസിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. 2004 രാഷ്ട്രീയ അരങ്ങേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കോൺഗ്രസ് ലോക്സഭയിലേക്കുള്ള ടിക്കറ്റും നൽകി. 50,000-ലധികം വോട്ടുകൾക്ക് മുംബൈ നോർത്ത് മണ്ഡലത്തിൽ നിന്ന് ഇദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു. BJPയുടെ മുതിർന്ന നേതാവ് രാം നായിക്കിനെയായിരുന്നു അദ്ദേഹം പരാജയപ്പെടുത്തിയത്. എന്നാൽ 2008 അദ്ദേഹം രാഷ്ട്രീയം വിട്ടു. പിന്നെ തിരിച്ചെത്തിയത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തിയത്.